ഗുഡ് മോർണിംഗ്, ഹലോ ആൻഡ് വെൽക്കം ടു ടിൽജാസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നങ്ങനെ ഞങ്ങളുടെ 3rd ഡേ ആണ് ദുബായില്. ഇന്നിപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന്, പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലാണ് ഇന്ന് ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാനുകൾ. അപ്പോൾ വരുമ്പോഴേ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അൽഖറാമയിലെ ഫേമസ് സർവന ഭവൻ. ഇവിടെ നിന്നാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഐ കാൺട്ട് വെയിറ്റ് ടു ഹാവ് സം ബ്രേക്ക്ഫാസ്റ്റ് യോ. നല്ല മസാല ദോശ ഒക്കെ. ഓ നോക്കിക്കേ, എന്താ ഇവിടെ മുറ്റത്തൊരു മൈന. പലഹാരം നാട്ടിലെ പോലെ പലഹാരം. അങ്ങനെ നമ്മൾ ശരവണ ഭവനിൽ വന്ന് ഗീ റോസ്റ്റ് കഴിക്കുകയാണ്. അൽമിഞ്ചേട്ടാ ഗുഡ് മോർണിംഗ്. കാണാൻ പറ്റില്ല, ലൈറ്റ്. ഇഡ്ഡലി കറി അടിപൊളി. ഇതെന്ത് ജ്യൂസ് കഴിച്ചത്? ആൽവിൻ ചേട്ടൻ ഒരു ക്യാരറ്റ് ജ്യൂസ് കഴിച്ചോണ്ടിരിക്കുക. അടിപൊളി, ഭയങ്കര ഹെൽത്തിയാന്ന്. ഇവിടുത്തെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ ഫിൽറ്റർ കോഫി. ഓ ടേസ്റ്റ് ഫലം. നമുക്ക് അവിടെയൊക്കെ കിട്ടാൻ എന്തായാലും മാർഗം. ഉണ്ടാക്കിയിരിക്കണ കണ്ടോ അപ്പം അതൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ദുബായ് മോളിലേക്ക് പോവുകയാണ്. ഈ തന്നെ ഇവിടുത്തെ അക്വേറിയം കാണണമെന്ന്. കഴിഞ്ഞ 3 വർഷം മുന്നേ വന്നപ്പോൾ ഇത് തന്നെ കണ്ടു. അപ്പം എൻ്റെ താരാണ്ട് പറഞ്ഞു ക്രോക്കോഡൈൽ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് കാണാനുള്ള വ്യഗ്രതയിൽ ഞങ്ങളിപ്പോൾ വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ കസിനെ പരിചയപ്പെടാം. പിടുത്താം കാണൂ, ഇവിടുത്തെ വലിയ ഉള്ളിയാ. ഇതാണ് ആൽവിൻ ചേട്ടൻ. ആക്ച്വലി ഒരു ബേസിക്കലി ന്യൂസിലൻഡിലാണ് ആയിരുന്നു, ഇപ്പോഴും ന്യൂസിലൻഡുകാരാണ്. പക്ഷെ ദുബായിൽ വന്നേക്കാണ്. ഭയങ്കര ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ഇപ്പോൾ ഈ കൊറോണ കാരണം അവരിവിടെ ദുബായിൽ ആരും സഞ്ചരിക്കാത്ത വഴിയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ചേട്ടൻ്റെ വൈഫ് സൂസൻ ചേച്ചീനെയും മൂത്ത മോളെയും നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം ചേട്ടൻ ഞങ്ങളെ ദുബായ് മോളിൽ ഞങ്ങൾ ശരവണ ഭവനിൽ പോയി ദോശയൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പം ഞങ്ങൾ ദുബായ് മോളിൽ വന്ന് ഈത്തിന് വേണ്ടിയിട്ട് അക്വാറിയം കാണാൻ പോവുകയാണ്. ഇനി പിന്നെ ദുബായ് മോളിലും സാധാരണ ഇവിടെ നല്ല തിരക്കുള്ളതല്ലേ. അതെ, വർക്കിംഗ് ഡേയും റമദാനും ആയത് കാരണം ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. ആക്ച്വലി നല്ല ടൈമാണല്ലോ ഇപ്പോൾ വരാനായിട്ട്. പ്രത്യേകിച്ച് കൊറോണ ആയതുകൊണ്ട് പേടിക്കും വേണ്ട ഇല്ലേ. അങ്ങനെ ഈത്തൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ പറഞ്ഞ ക്രോക്കോഡൈൽ ഇവിടെ ഉണ്ട്. അതെ, അത് കണ്ടാൽ മതിയെന്ന്. ഓ ഈത്തൻ അപ്പോഴേക്കും അല്ലാണ്ട് കാണണമെന്ന് അല്ലേ. ഗ്രേസ് ഗ്രേസ് ഹായ് പനിയ ഹായ്. ഈത്തൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെയാണെങ്കിൽ ഒരാൾ ഭയങ്കര സ്നേഹമാണ്. സാറാമൂനെ സ്നേഹിച്ച് ഞങ്ങൾ കൊല്ലുവാണ്. ഷാർക്ക് നമ്മളെ നോക്കുവാണോ? ഓ ഗോഡ്. സാറയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു മീനുകളും അല്ലെങ്കിൽ ഒരു ആനിമൽസും ആയിട്ടുള്ള. ഷാര മീമി മീമി ഹായ്, മുട്ട മീമി. മുട്ട മീമി. റെഡ് വൈറ്റ് ഷാർക്ക് ആണോ അത്?
ഇവരൊക്കെ പേര് നിനക്ക് കാണാപ്പാടാണോ ഇത്? എനിക്കൊന്നും അറിയേ പോലും ഇല്ല. ദേ തെരണ്ടി, വാ നോക്കിയേ സാറാ. ആഹാ, നീ കണ്ട ചെറുക്കന്മാരെ പറയാ പോവാണോ? നീ വാടി, നീ വാടി. ചേട്ടൻ ക്ലീൻ ചെയ്യല്ലേ? അക്വേറിയം ക്ലീൻ ചെയ്യണുണ്ടോ? നമ്മളൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ക്ലീൻ ചെയ്ത് ഭയങ്കര. ഹായ്. യൂണിക്കോൺ 2 ഐസ്ക്രീം ഹാഫ് ആയിട്ട്. അത് കഴിക്ക്. ഇത് മര്യാദയ്ക്ക് പിടിക്കണോട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോ പടക്കോന്ന് പറഞ്ഞ കിടക്കാം. ക്രാബിന് പക്ഷെ ഇത് കാണാമോ? ഫീഡ് ചെയ്യണുണ്ട് അണ്ടർ വാട്ടർ, അതിന് വേണ്ടിട്ടല്ലേ ചേട്ടാ. ഇവിടുത്തെ ക്രാബിന് കൊടുക്കുമോ? പക്ഷെ ആ അതെ 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 അതെ, അതിന്റെ വായിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കണം. എന്തോ മുതലക്കുഞ്ഞുങ്ങളെ കുറിച്ച് പഠിച്ച ജെൻസ് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. പറയൂ. ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്നിട്ട് ഇതിന് ഓസ്ട്രേലിയയിൽ നിന്ന് കൊടുത്തിട്ട് ഇപ്പൊ ഇതിന് 35 തൊട്ട് 40 വയസ്സ് വരെ ആയി എന്നാണ് പറയണത്. ഇപ്പൊ തന്നെ ഓൾറെഡി 700 to 800 കിലോ ഉണ്ട്. അവർ ഇനി ഒരു 50 വർഷത്തോടെ ജീവിക്കും. ഇതിനേക്കാളും വരുമ്പം അനക്കൊന്നുമില്ലാത്ത അവിടെ തന്നെ കിടപ്പുണ്ടാവും. ആക്ച്വലി കഴിഞ്ഞ 3 വർഷം മുന്നേ വന്നപ്പോൾ അവിടെ തന്നെ കിടക്കും. അല്ല, അവിടെ ആണോ? ഇല്ല, എന്റെ ഓർമ്മ ശരിയാണ്, ഇവിടെയാ കിടന്നത്. എന്താണേലും കൊള്ളാം. ആരും എടുത്തോണ്ട് പോകില്ലല്ലോ, ആരും കട്ടോണ്ട് പോകുന്നു, പേടിക്കണ്ട. കാണാവോ? ബ്ലൂ കളർ, ബ്ലൂ ബ്ലൂ, ദാറ്റ്സ് ബ്ലൂ. കഴിച്ചോ? ചോക്ലേറ്റ്. യാ, ചേട്ടന് അനിയത്തി കഴിച്ചോണ്ടിരിക്കുകയാണോ? മിടുക്കരാട്ടോ, ഷെയർ ചെയ്ത്. മിടുക്കനും മിടുക്കി. So like over here, this is where we have the platform. In this tanks, we have about like 60 sharks with 20,000 fishes. This tank is filled with 10 million liters of seawater we have. Some of the most common fish, we call them the trevally and seaweed. You put your hands inside these tanks, you can actually bite off your fingers. Oh. So underneath your feet, that's where we have the aquarium tunnel down. All the rocks and the corals you see down here are fake, it's not real. To the right side, we see the yellow box. Behind it, that's called the quarantine area. A small hospital area for animals and fishes. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ ബോട്ടിൽ കയറിയായിരുന്നു. ഇപ്പം ഞങ്ങൾ ബോട്ട് എടുത്തില്ല. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇവിടെ ഫിഷ് ഫീഡിങ് ചെയ്യാം. ഈ മീനുകൾ ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ മീനുകളുടെ അകത്ത്
നമുക്ക് ഈ കൈ ഒന്ന് ഇട്ടാൽ അപ്പം കടിക്കും എന്നാണ് പറയണത്. Empty containers, please give it back to me. നമ്മളിപ്പോൾ ദുബായ് മോളിലെ ഫുഡ് കോർട്ടിലാണ്. ഇത് നല്ല അമണ്ടനാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് വെച്ചിട്ടാണ് ടേബിള്. 3 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ, 4 പേർക്കുള്ളതൊക്കെ അപ്പുറത്താണ്. പിന്നെ അധികം ആളുകളില്ല, റമദാൻ്റെ ഒരു ഗുണമാണത്. അങ്ങനെ എല്ലാം സൂപ്പറാണ് ആക്ച്വലി. ഇവിടെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. സോ നമ്മളിപ്പോൾ ദേ ഫിഷിൽ ചേട്ടൻ വെച്ചോ കാർഡ് വെച്ചോ. ചേട്ടാ ഇതെന്തോ ചേട്ടാ ആക്ച്വലി? ഓക്കെ. ഒരു ഫിഷ് പൊള്ളിച്ചത് എടുക്കാം. സോ നമ്മൾ ദേ ഫിഷ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ ഫിഷിൻ്റെ ഫുൾ സംഭവങ്ങളാണ് അല്ലേ ഏട്ടാ? ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറ ചേട്ടനല്ലേ ഇവിടെ ഒന്ന് കഴിച്ചിട്ടേ. ഒന്ന് പറ പ്ലീസ്, ആളുകൾ കാണട്ടെ. പറയൂ. ഈ ആൽവിൻ ചേട്ടൻ ഈ കാണാമല്ലോ, സത്യം പറഞ്ഞാൽ ഇത്ര നാണോ മാനൊന്നുമില്ല. പറ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറ. എന്താ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഒക്കെ എന്താ? നിങ്ങൾ കഴിച്ചിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്താണ്? ഓക്കെ, അടിപൊളി. അപ്പം എന്താ ചേട്ടന് ഫേവറേറ്റ് എന്താണ് ഇവിടെ ഐറ്റം ഇഷ്ടം? ആണോ? ഓ, ഇതാണ് ഇവർ ഫ്രഷ് മീൽ കൊണ്ട് കാണിച്ചു തരുന്ന, മീൻ കൊണ്ട് ചേട്ടാ ഇവിടുത്തെ എങ്ങനെയാ സംഭവമൊക്കെ എങ്ങനെയാ? ഓക്കെ. ഓക്കെ, അപ്പം ഇത് ഫുൾ മീനായിട്ടാണോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഓക്കെ, അപ്പം കൊള്ളാം, അടിപൊളി. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് മൺചട്ടിയിൽ അവർ മോരും വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓ മൈ ഗാഡ്, ഒക്കെ എന്തായാലും മോരും വെള്ളം എന്ന് പറഞ്ഞാൽ പോലും വായിന്ന് ഇപ്പോൾ വെള്ളം തന്നെ അവസ്ഥയാണ്. എടാ അത് യോക്കൂട്ട് ഇത്രയും സൂപ്പർ സാധനം അത് വേണ്ട. അടിപൊളി കേട്ടോ. മോരും വെള്ളം കുടിക്കാൻ സംഭാരം അല്ലേ? അടിപൊളി കേട്ടോ, അടിപൊളി അടിപൊളി അടിപൊളി. നമ്മളിപ്പോൾ 2 മീൽസാണ് മേടിച്ചേക്കണേ. ചേട്ടനൊരു ഗ്രിൽഡ് ഫിഷ് മേടിച്ചിട്ടുണ്ട്. ഇതെന്ത് കൃഷ്ണ ചേട്ടാ ഇത് മീനച്ചാറ്, ഇത് ചമ്മന്തി, ഇത് നാരങ്ങാച്ചാറ്, ഇതെന്തുവാ? കൂട്ടുകറി. ഓ ഇതാണല്ലോ കൂട്ടുകറി. ഇത് മീൻപീര. അതെന്താ? ഇതിന്റെ പേരെന്നാ? ഈ കറിയുടെ പേരെന്നാ? കുമ്പളങ്ങ. ഓക്കെ. പച്ചക്കറി. ഇത് കോവയ്ക്കല്ലേ? അതെ. ചേട്ടൻ തന്നെ കൺഫ്യൂഷൻ ആണല്ലോ. ഇത് ചോറ് തന്നെ. പാലക്കാടൻ മട്ട കണ്ട. അതിന് ചുമ്മാ ചോറൊന്നും പറയാൻ പറ്റില്ല. ചേട്ടൻ ആൽബിൻ ചേട്ടനെ തുറന്നോളൂ. തുറക്കുന്നത് ആൽബിൻ ചേട്ടൻ. പൊള്ളിച്ച മീനല്ലേ? അതെ, നേരത്തെ നമുക്കൊരു മീൻ കൊണ്ട് കാണിച്ചു തന്നെ. ഈ മീനിന്റെ പേരെന്നാന്ന് പറഞ്ഞാൽ ചേട്ടാ എന്ത് മീനായിരുന്നു? ആവോലി. ആവോലി. ഓക്കെ. ചേട്ടാ ഇതെന്തത്? കോക്കനട്ട് ഫിഷ് കറി. ഓക്കെ. ഓ ഇതെല്ലാം ഒരു ഇച്ചിരി ആയിട്ട് ഈ ഓരോ ഇങ്ങനെ സൈഡിലായിട്ട് എല്ലാം മിക്സ് ചെയ്യില്ലേ? മതി, അത് മതി. ശരി, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട്. ഇത് മുളകിട്ടത്. ഓ അത് ദാൽ കറി, പിന്നെ പുളിശ്ശേരി അല്ലേ? താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഓണത്തിന് പോലെ. ഇത് കല്ലുമക്കായ.
പൊള്ളിച്ചത്. അത് പിന്നെ ചേട്ടന് കിങ് ഫിഷ് ഗ്രിൽഡ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാ? ഇല്ലല്ലോ കാണിച്ചോ. ഇത് ഫ്രഷ് മീന്. എന്നിട്ട് ഇത് എന്തൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും സിഗ്നേച്ചർ ഫുഡിലെ ഫിഷ് തവ ഫ്രൈ ഉണ്ട്. ഓക്കെ. ഗ്രീൻ പെപ്പർ മസാലയാണ്, നല്ല പച്ചക്കറിമായിട്ടുള്ള തവ ഫ്രൈ. ഓക്കെ. പിന്നെ ചാർക്കോൾ ഗ്രില്ല്, ഫിഷ് പൊള്ളിച്ചത്, ഫിഷ് ചട്ടിക്കറി, അങ്ങനെ ഏത് രീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യും. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് എന്താ? ഗ്രീൻ തവ ഫ്രൈ ആണ്. തവ ഫ്രൈ. എന്താ അതിന്റെ പ്രത്യേകത? എന്താ? പച്ചക്കറിമുളക് അരച്ചിട്ടുള്ള നാടൻ മസാലയാണ്. ഓക്കെ. ഇത് നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണാണോ അതോ അപ്പ പ്രിപ്പയർ ചെയ്യുന്നതാണോ? ഫിഷ് ഇതിൽ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്തു തരാം. ഓക്കെ. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ. സൂപ്പറായിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ബ്രാഞ്ച് വല്ല സ്വിറ്റ്സർലൻഡിലും തുടങ്ങാൻ പറ്റുമോന്ന്. ആണോ? ഈ കടയുടെ ഓക്കെ. നല്ല ഫുഡായിരുന്നു കേട്ടോ ചേട്ടാ, അടിപൊളി ഫുഡായിരുന്നു. ഞാൻ പറയായിരുന്നു നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ കൂടെ ഒരു ബ്രാഞ്ച് തുറക്കും, ഞങ്ങളെപ്പോലെയുള്ളവർക്ക്. പറഞ്ഞ് ഞങ്ങളെ കൊതിപ്പിക്കരുത് പ്ലീസ്, വരണം. കാരണം ഞങ്ങൾക്ക് അവിടെ ഇന്ത്യൻ ഫുഡ് ഉണ്ട്, പക്ഷെ നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള മലയാളം ഫുഡ് ഞങ്ങൾക്ക് വളരെ കുറവാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ അത്രയും മലയാളികളേ ഉള്ളൂ. പിന്നെ ഭയങ്കര ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അത്രയും ഒരു എക്സ്പെൻസ് കൊടുത്ത് നമ്മുടെ മലയാളികളൊക്കെ പോകുന്നതും വളരെ കുറവാണ്. പക്ഷെ ഞങ്ങളെപ്പോലും ഉള്ളവർക്ക്, കുക്കിംഗ് വലിയ വശമില്ലാത്തവർക്ക് ഇതൊക്കെ വലിയൊരു ആശ്വാസമാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കഴിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഇപ്പൊ. ഓക്കെ, ഏതായാലും നല്ലതായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും കാണാൻ പറ്റിയില്ല, ഇവിടുന്ന് കഴിക്കാൻ പറ്റിയില്ല, സന്തോഷം. ഓക്കെ. സോ അങ്ങനെ ഞങ്ങൾ നല്ലൊരു അടിപൊളി സീ ഫുഡ് ഊണ് കഴിഞ്ഞ് ഹോട്ടലിലായിട്ട് പോവുകയാണ്. ഇനി ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാന്ന് കരുതി നല്ല അടിപൊളി മീനച്ചാറ് മേടിച്ചിട്ടുണ്ട്. പോയിക്കോ. പിന്നെ എന്തുവാ, അങ്ങനെ നമ്മൾ കഴിച്ച ഊണിന്റെ പേരാണ് സമുദ്ര സദ്യ. ശരിക്കും നല്ല സമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സീ ഫുഡ് എന്നാണല്ലേ അതിന്റെ അർത്ഥം. സി ഓക്കെ. എനിവേ നല്ല ഫുഡായിരുന്നു, ഒരു കംപ്ലൈൻറ്റും ഇല്ല, അടിപൊളിയായിരുന്നു. ഇഷ്ടം പോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അവരുടെ പായസം സൂപ്പറായിരുന്നു, നല്ല സേമിയ പായസം ഉണ്ടായിരുന്നു. പപ്പടം കൂട്ടി കഴിച്ചു, ക്ഷീണിച്ചു. ഇനി നല്ലൊരു ഉറക്കമാകാം അല്ലേ. അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഗ്ലോബൽ വില്ലേജ് ഫെബ്രുവരി അവസാനത്തോടെ എങ്ങാണ്ട് അത് മാർച്ച് ആദ്യത്തോടെ എങ്ങാണ്ട് തീരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ടും ആളുകളുടെയൊക്കെ വളരെ കുറവായതുകൊണ്ടും അവർ എക്സ്റ്റെൻഡ് ചെയ്തു. മെയ് 2 ഇത് അടയ്ക്കും. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വരാനുള്ള ഭാഗ്യം കിട്ടി. ഇത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അമേസിങ് സംഭവം കേട്ടോ. ഐ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ലോകമാണ്. അപ്പോൾ 3 years മുന്നേ ഞങ്ങൾക്കത് കാണാൻ പറ്റി. ഇതിപ്പോൾ ഞാൻ നിങ്ങളെയോടെയും കാണിച്ചു തരാം. ആക്ച്വലി എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ്. പിന്നെ റമദാൻ ആയതുകൊണ്ടും കൊറോണ ആയതുകൊണ്ടും ആളുകളൊക്കെ വളരെ കുറവാണ്. ടിക്കറ്റ് വളരെ നിസ്സാര വിലയേ ഉള്ളൂ. കഴിഞ്ഞ 3 വർഷം മുന്നേ വന്നപ്പോൾ 5 ദിർഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് കുറേ കട ഇങ്ങനെ ഓരോ രാജ്യം ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇനി ഞാൻ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. 3 വർഷം മുന്നേ വന്നപ്പോൾ ഇവിടെ നിൽക്കാൻ പോലും ഇടവില്ലായിരുന്നു. ഇപ്പോൾ റമദാനൊക്കെ അല്ലേ, അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ സൺസെറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം ആയുള്ളൂ. അപ്പം നോമ്പ് വീടിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ അധികം ആളുകൾ ഉണ്ടാവില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി ഇച്ചിരി ആളുകൾ കൂടുതലായിരിക്കും. ബിക്കോസ് ഇന്നിവിടെ തേഴ്സ്ഡേ ഇവിടെ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലേ കൊച്ചു? അതും കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടി. ബിക്കോസ് ഇവർ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ പണ്ടേ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു വേറെ ലോകമാട്ടോ, കാണിച്ചു തരാവേ. അടിപൊളിയാണ്. എനിവേ കാണിച്ചു തരാം. വ്ളോഗ് ഇതാണ് ഞങ്ങളുടെ സൂസൻ ചേച്ചി, ആൽവിൻ ചേട്ടൻ്റെ സൂസൻ ചേച്ചി, ഞങ്ങളുടെ മരമാക്ര കുഞ്ഞ്. മരമാക്രയ്ക്ക് ഇന്ന് ഫുൾ ജോലിയായിരുന്നു അല്ലേ? ഇപ്പോഴാണ് അത് കാരണം കണ്ടത്. യെസ്, എന്ത് ഒരു കൊല്ലമില്ല, യൂട്യൂബിൽ വരുന്നു. സോ ഇതാണ് സ്റ്റാർട്ടിങ്, നമ്മൾ എൻട്രൻസ് കയറിയേക്കുന്നത്. ഇത് കണ്ട ഒരു വേറെ ലോകമാണ് ഇവിടെ.
എന്ത് രസമുള്ളതെന്ന് നോക്കിയേ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പിള്ളേർക്ക് എപ്പോഴും ഇങ്ങനെ പേരൊക്കെ എഴുതി കൊടുത്തിട്ട് ഇത് കണ്ടോ ലോസ്റ്റ് എക്സ്പ്ലോറേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കാണാണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് നിർത്തുകയായിരുന്നു ചെയ്യുന്നത്. പിന്നെ ഇവിടെ ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യാനായിട്ട് പോയേക്കും അവർ. പിന്നെന്തുവാ അത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞതിലൊരു തെറ്റുണ്ട്, 15 ദിർഹമാണ് ടിക്കറ്റ്, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് വെരി ചീപ്പ് ആക്ച്വലി. അങ്ങനെ ഇപ്പം നമ്മളിനി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഫുൾ എൻജോയ്മെൻ്റാണ്. അപ്പം ചെറിയൊരു ബൈറ്റൊക്കെ കാണിക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇത് കണ്ടോ, ബുർജ് ഖലീഫ ആണെന്ന് വെച്ചേക്കുന്നത്. ഇതുപോലെ എല്ലാ രാജ്യത്തെയും ഓരോരോ സ്പെഷ്യൽ ബിൽഡിങ്സ് പണിത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെതായ സ്പെഷ്യാലിറ്റീസ് വിൽക്കാനും കഴിക്കാനും ഒക്കെയാണ് അങ്ങനത്തെ സംഭവങ്ങൾ. നമുക്ക് നോക്കാം. ഇത് കേട്ടോ, ഇതാണ് അവിടെ അത് തന്നെ ടർക്കി. ഓ ഇത് കണ്ട എന്ത് രസമായിട്ട് അവർ ലൈറ്റ്. എവിടെയാണെന്ന് വെച്ചാൽ പോവാം, ഞങ്ങൾക്ക് എല്ലായിടത്തും പോവാം. ഇവിടെ സ്നാക്സ് ഉണ്ട്, ഓരോ രാജ്യത്തിൻ്റെ ഓരോ സ്നാക്സ് ഉണ്ട്. അടിപൊളി സംഭവമാണ്. Look at this, look at this. അതൊരു ഫേമസ് ഐലൻഡ് ആണ്. അവിടെയുള്ള ജീവികളും പ്ലാന്റ്സും ഒന്നും വേറെ ലോകത്തിലെ പല സൊപ്പോട്ര അബുദാബിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ജസ്റ്റ് അൺഎക്സ്പ്ലോർഡ് ഐലൻഡ്. ഒരാഴ്ച ഒരു ഫ്ലൈറ്റ്. യമനിലെ ഒരു ഐലൻഡ്. Apparently what they say is like that was Garden of Eden. Okay. Yes, I am. So the നമുക്കിവിടെ നമ്മളിപ്പോൾ യമനിലാണ് വന്നേക്കുന്നത്. യമനിൽ വന്നിട്ട് ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് തോന്നുന്നത് ഹണി, പലതരത്തിലുള്ള ഹണി. അപ്പോൾ ഈ ഹണി ഇപ്പം നമുക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ തരും. ഇതിപ്പോൾ യമൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് അവരുടെ സ്പൈസസ്, അവരുടെ ജ്വല്ലറി, അവരുടെ എല്ലാ സാധനങ്ങളും അവർ വിൽക്കാനിടുന്നത്. സോ ഇതാണ് അറബിക്കാരുടെ കറക്റ്റി അല്ലേ? ആക്ച്വലി കറക്റ്റി പാകിസ്ഥാനീസിൻ്റെ ആണ് ഒതൻറ്റിക് ആയിട്ട് നോക്കുമ്പോൾ. പക്ഷെ ഇവിടെയാണ് നമ്മൾ കുടിക്കുന്നത്. സോ കുടിക്കാം അല്ലേ? സോ ഇത് ഇറാനിലായിട്ടാണ് നമ്മൾ അടുത്ത രാജ്യം കാല് വെച്ച് കുത്തുന്നത് അല്ലേ? അത് തന്നെ. എന്താണെങ്കിലും ഇവരുടെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാ? ഓ ബിബ്ലിക്കൽ ബിൽഡിംഗ് ആണോ? ആ ടൈപ്പാണ്. എന്താണ് ഇവിടെ ഇവര് ഓർണമെന്റ്സ് ആക്ച്വലി ഇറാനീസിനല്ലേ കാണാൻ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്, പെണ്ണുങ്ങളാ. ഓക്കെ. ഓ നല്ല ആൻഡ് ആണോ? ഓക്കെ. ഇവിടെ ഇവരുടെ പറ വിശേഷം പറ ചേട്ടാ, പറ. ഇറാനിൽ പോയപ്പം പറയൂ. അവര് ചുമ്മാ അകത്ത് കയറ്റി ചായ തരുമായിരുന്നു? അതോ അത് മറക്കേഷില്ലേ അവിടെയൊക്കെ? മൊറോക്കോ അല്ലേ? അല്ല അവിടേക്ക് മൊറോക്കൻ പെണ്ണുങ്ങളാണ് ഏറ്റവും സുന്ദരികൾ. സോറി. പക്ഷെ അവിടെ മറക്കേഷില് ചുമ്മാ പോകുന്ന വഴിക്ക് ഇപ്പം നമ്മൾ ഇറയത്തിരിക്കാന്ന് വിചാരിച്ചോ, അവർ വന്നിട്ട് ചായ കുടിച്ചിട്ട് പോവാന്ന് പറയും. ചായ അല്ലേ ഈ സുലൈമാനി പോലത്തെ ടീ ഇല്ലേ, അത്. ഇതാണ് ഇറാനിലെ സ്പെഷ്യാലിറ്റീസ് ആണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. നല്ല ഓറിയന്റൽ കാർപ്പറ്റ്, അത് തന്നെ നല്ല അടിപൊളി കാർപ്പറ്റ്സ്, പ്ലേറ്റ്സ്, ഡേറ്റ്സ് ആണോ അത്, പെർഫ്യൂംസ്. ഓ കുങ്കുമപ്പൂ. ആക്ച്വലി 3 years മുന്നേ മേടിച്ച ഹൈ ക്വാളിറ്റി കുങ്കുമപ്പൂ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയത്. ഇത് സാഫ്രാൻ ആക്ച്വലി. This one, the best quality in the world. There is one always pure. This one get a 3% yellow. Now this one get a 50% yellow. Good saffron.
ഇതിപ്പോൾ നമ്മൾ മൊറോക്കൻ രാജ്യത്തിലാണ് വന്നുപെട്ടിരിക്കുന്നത്. മൊറോക്കൻ സ്റ്റൈലിലുള്ള ആ ഒരു ബിൽഡിങ്ങും അവരുടെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ അവർ വിൽക്കുന്നത്. കണ്ട് ആർഗൻ റോസ് വാട്ടർ, ആർഗൻ ഓയിലൊക്കെ, അതിൻ്റെ സോപ്പുകൾ, ഡ്രസ്സസ്, അവരുടെ ഡ്രസ്സുകൾ, ഐറ്റംസ് എല്ലാം. മൊറോക്കൻ ആർഗൻ ഓയിൽ ഭയങ്കര ഫേമസ് ആണല്ലോ. ഇത് ഇവർ ഇസ്ത്രീ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ആർഗൻ ഓയിൽ. ദിസ് വൺ ഈസ് argan seeds. Oh, look at this. She's making fresh argan oil. And this one is the end product, right? അങ്ങനെ we are coming to the Indian part of the എന്താ പറയുക ഗ്ലോബൽ വില്ലേജിൽ ഇന്ത്യൻ പാർട്ടിൽ ഇവിടെയൊക്കെ ഓരോ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. തായ്ലൻഡിൻ്റെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെ ഇവിടെ ഫുൾ ഇങ്ങനെ വെള്ളത്തിൽ പണിത് വെച്ചേക്കാണ് ഓരോ ഇതിൻ്റെ അകത്ത്. ഇതിനകത്ത് കയറാനുള്ള ക്യൂ ആണ്. ഏതായാലും ഇപ്പം നമ്മൾ തായ്ലൻഡിലാണ്. കരിക്ക് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ കരിക്ക് കുടിക്കണമെന്ന് മോഹിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ഇവിടെ തായ്ലൻഡ് ഭാഗത്ത് വന്നപ്പോൾ നല്ല കരിക്കിട്ട് വീട്ടിലും കരിക്കാണ്. അടിപൊളിയാണ്. കുടിക്കട്ടെ കേട്ടോ. തായ്ലൻഡിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊന്ന് പച്ചമാങ്ങയും അതിൻ്റെ മാങ്ങ ജനസളിയാ വായിന്ന് വെള്ളം വീഴാതെ പെട്ടെന്ന് വന്നേ. കാണിച്ചിട്ട് എന്നെ കുട്ടി നമ്മൾ കേക്ക് ചെയ്യുന്ന പോലെ എന്നാ പറഞ്ഞ മേട് പുള്ളിക്കാരത്തി 6 മണിക്ക് പോകേണ്ടല്ലായിരുന്നു. ഇവിടെയാണ് സാധാരണ സ്റ്റേജ് ഷോസ് ഒക്കെ നടന്നത്. കഴിഞ്ഞ 3 വർഷം മുന്നേ വന്നപ്പോൾ മോഹൻലാലൊക്കെ വന്നായിരുന്നു. പിന്നെ കുറേ ഡാൻസും പാട്ടും. അവിടെ അമേരിക്ക, UAE, ജോർഡൻ, പലസ്തീൻ, അസർബൈജാൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ലെബനോൺ, അങ്ങനെ ഇത് കണ്ടു. ഇവിടെ എല്ലാവരും രാത്രി ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് തിരക്കായിട്ടാണ്. ബട്ട് ഇറ്റ് ഈസ് ടു ബ്യൂട്ടിഫുൾ. ഇവിടെ തീർന്നില്ല, കണ്ടു തീർന്നില്ല. ഇവിടെ കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 2 to 3 ഈവനിങ്സ് വരണം. നമ്മൾ മടുക്കും നടന്ന് ഷോപ്പിംഗ് എല്ലാം ഇങ്ങനെ. ഞങ്ങൾ കുറേ സ്കിപ്പ് ചെയ്തിട്ടാണ് നടന്നത്. പെട്ടെന്നെല്ലാം കണ്ട് കാണുമായിരുന്നു. ഇതേ അവിടെ യൂറോപ്പുണ്ട്. യൂറോപ്പ് ഭയങ്കര കുഞ്ഞായിട്ടാണ് കേട്ടോ. അതിനകത്ത് ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം കയറിയില്ല. യൂറോപ്പ് രാജ്യത്ത് വരുന്നത് ഞങ്ങളൊക്കെ പിന്നെ ഇനി അതെന്ത് കാണാനും. ഇവിടെയുണ്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം കണ്ടല്ലോ. അടിപൊളി സ്ഥലമാണ്, പറയാതിരിക്കാൻ മേല. ആരെങ്കിലും ദുബായിൽ വരുന്നുണ്ട് എങ്കിൽ ഗ്ലോബൽ വില്ലേജിൻ്റെ ടൈമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരണം. ഇത് ലൈക്ക് മസ്റ്റ് സീ ആണ്. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് അമേസിങ്. ഇവർ എങ്ങനെ ഇത് പണിത് വെച്ചേക്കണം എന്നുള്ളത് ശരിക്കും ഭയങ്കരമായിട്ട് വണ്ടർ ചെയ്യുകയാണ് ഞാൻ. പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ആട്ടോ എനിക്ക്. ലൈക്ക് ഞാനിതൊക്കെ കണ്ടു തീർന്നിട്ട് തീർന്നില്ല. ഇത് അവിടെ ഈജിപ്റ്റ് ഉണ്ട്, ടർക്കി ഉണ്ട്, യമൻ. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഒക്കെ കറക്റ്റായിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക്. അതിൻ്റെ കുറേ ഇതുണ്ട്. ശരിക്കും നമ്മളിവിടെ ജീവിക്കുവാണെങ്കിൽ ഇത് കണ്ട് വേണമെങ്കിൽ ഇത് ഒരു 1 വീക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളതുണ്ട് നമുക്കിവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുകയാണ്. സോ
അങ്ങനെ അതെ ബൈ. ഇന്നത്തെ ദിവസം തീർന്നു.